ഇവിടെ ഇതിനകത്ത് മന്ത്രച്ചരട് ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടുള്ള വ്യക്തികളുണ്ടെന്ന് കരുതാൻ പറയുന്നു. അത് അഴിച്ച് മാറ്റാത്തത് കാരണം കൊണ്ട് തന്നെ സൗഖ്യവും വിടുതലോ യാതൊന്നുമില്ലാതെ അസ്വസ്ഥപ്പെടുന്ന അവസ്ഥയെന്ന് പറയുന്നത്. കയ്യിലും കഴുത്തേലുമൊക്കെ അങ്ങനെയുള്ള ചരടുകൾ ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടെന്ന് കരുതാൻ പറയുന്നുണ്ട്. ഏലത്ത് ചരട് ഇതൊക്കെ അഴിച്ച് മാറ്റാതെ ഇതിനകത്ത് വന്ന് കൂടുന്ന വ്യക്തികളുണ്ട്. ഇതുവരെ യാതൊരു വിടുതലുകളോ മാറ്റങ്ങളോ ഇല്ല. കാരണം അശുദ്ധിയും വിശുദ്ധിയുമായിട്ട് ബന്ധമില്ല. അശുദ്ധിയിൽ സ്വീകരിച്ചിരിക്കുന്ന സാധനങ്ങൾ മാറിയെങ്കിൽ മാത്രമേ വിശുദ്ധി കടന്നു വരികയുള്ളൂ. പ്രശ്നങ്ങള് പരിഹാരമായിട്ട് തീരുകയുള്ളൂ. നെഞ്ചുവേദന, അൾസറിന്റെ രോഗം, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ള വ്യക്തികളാണെന്ന് കർത്താവ് പറയുന്നു. യാതൊരു പ്രതീക്ഷയില്ലാതെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനായിട്ട് വന്നിരിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ടെന്ന്. യാതൊരു പ്രതീക്ഷയില്ല, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന വ്യക്തികളുണ്ട്. അവരെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. യേശുവേ പല പ്രാവശ്യം മരിക്കണം എന്നാഗ്രഹിച്ച 5 പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നു. പല പ്രാവശ്യം മരിക്കണം എന്നാഗ്രഹിച്ച 5 പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് കർത്താവ് പറയുന്നുണ്ട്. നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒന്നിനും ഒരു താല്പര്യവും വിശ്വാസവും ഇല്ലാത്ത സ്വഭാവമുള്ള 2 പേരെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഒന്നിനോട് ഒരു താല്പര്യവും വിശ്വാസവും ഇല്ലാത്ത 2 പേരെ കർത്താവ് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നു. അങ്ങനെയുള്ളവരുടെ കരങ്ങൾ തീർക്കുക. ഒന്നിനോട് ഒരു താല്പര്യവും വിശ്വാസവും ഇല്ല. എന്ത് പറഞ്ഞാലും അതെല്ലാം നിസ്സാരമായിട്ടാണ് കാണുന്നത്, തള്ളിക്കളയുന്നത്. അങ്ങനെയുള്ള 2 പേരെ കർത്താവിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക, ദൈവനാമം ദുഷിപ്പിക്കരുത്. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കുകയും ചെയ്യരുത്. സന്ദേശം തരുമ്പോൾ ഈ കൂട്ടത്തിലുള്ളവരുടെ കാര്യം തന്നെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്, സന്ദേശം തരുന്നത്. അത് നിങ്ങൾ കഠിന ഹൃദയമായിട്ട് നിങ്ങൾ നിസ്സാരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ വിഷയം അതീവ ശക്തി പ്രാപിക്കും. പിന്നെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഏത് കാര്യവും നിസ്സാരമായിട്ട് കരുതുന്ന വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ളവരുടെ കരങ്ങൾ ചേർത്തുക. യേശുവേ നന്ദിയാണ്. രക്തസ്രാവക്കാരിയെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോഴ് അവിടെ എണ്ണീറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ അവിടെ അവസ്ഥ എന്താകുമായിരുന്നു? എന്തുവാകുമായിരുന്നു? എന്നെ ആരോ തൊട്ടെന്ന് അവിടെ പറഞ്ഞത് ശക്തി പുറപ്പെട്ടത് കൊണ്ടാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. മുന്നറിയിപ്പ് തരുന്നതുകൊണ്ടാണ് സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. നിസ്സാരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാല് വിഷയമാകും നിങ്ങളുടെ ജീവിതത്തിൽ നാടകം, പ്രശ്നമായിട്ട് മാറും. പിന്നെ വന്നിട്ട് ബ്രദറെ അങ്ങനെ എന്താ വന്നത്, ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും മറുപടി ഒന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോഴാ തലവേദന അനുഭവപ്പെടുന്നവരുടെ കരങ്ങൾ ഒരു തലവേദന. യേശുവേ നന്ദിയാണ്. നമുക്ക് ഏതെങ്കിലും രോഗസൗഖ്യമാണ് നമ്മുടെ ആഗ്രഹം, താല്പര്യമെങ്കിൽ രോഗശാന്തി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാല് ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ, അതായത് കൂട്ടായ്മയായിട്ടുള്ള ബന്ധമില്ലാതെ വന്നു കഴിഞ്ഞാല് കുറെ കഴിയുമ്പോഴത്തേക്ക് ആ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നുണ്ട് ജീവിതത്തിൽ. ചെറുതായിരിക്കില്ല അത്. കാരണം വിട്ടുപോയ പ്രശ്നങ്ങളെല്ലാം 1ന് 100 ഇരട്ടിയും 10 ഇരട്ടിയായിട്ട് നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെ ജോലിയൊക്കെ ഉള്ളവര് ജോലിയൊക്കെ ഇല്ലാതാകും. കാരണം തരുന്നതാരാ? ദൈവമാണ് തരുന്നത്. കാരണം നമ്മളിലുണ്ടായിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങള് മാറ്റി നിർത്തിയിട്ടാണ് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ചൊരിയുന്നത്.
മാറ്റി നിർത്തിയിരിക്കുന്ന അന്ധകാര ശക്തി എപ്പോഴാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്? ദൈവവുമായുള്ള ബന്ധം കൂട്ടായ്മ ഇല്ലാതെ വരുമ്പോൾ അന്ധകാര ശക്തി നമ്മളിലേക്ക് പതുക്കെ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിയുമ്പോഴ് പ്രശ്നം ആദ്യത്തിനേക്കാൾ രൂക്ഷമായിട്ട് മാറും. പിന്നെ പരിഹാരം ഉണ്ടാവും, അതിന് പിന്നെ പരിഹാരം ഉണ്ടാവില്ല. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങളിൽ കൈവന്ന ദൈവകൃപ നഷ്ടപ്പെടുത്താതെ അത് നിലനിർത്താനായിട്ട് തയ്യാറാകുക. ഇത് ആഴ്ചയിലൊരിക്കല് ചൊവ്വാഴ്ച ദിവസങ്ങളിലുള്ള ഒരു കൂട്ടായ്മയാണ്. അതിലേക്ക് വരാനായിട്ട് നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാ തോന്നുന്നത്, എത്ര ബുദ്ധിമുട്ടാ തോന്നുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോഴോ എങ്ങോട്ടൊക്കെയാ കൊണ്ട് ഓടുന്നേ? മാറ്റമെല്ലാം ഉണ്ടാവൂ. ഡോക്ടർമാരെ കൈമലത്തും അല്ലേ? ജോലി നഷ്ടം വരുമ്പോഴ്, കൂട്ടായ്മയായിട്ട് ബന്ധമില്ലാതെ ജോലിയില്ലാതെ വന്നു കഴിയുമ്പോഴ്, വരുമാനമില്ലാതെ വന്നു കഴിയുമ്പോൾ എങ്ങോട്ട് ഓടും? അതുകൊണ്ട് ഇവിടെ ഒരുപാട് നിബന്ധനകളുടെ കർത്താവ് തരുന്നുണ്ട്. ഒരു 2 മാസമെങ്കിലും തുടർച്ചയായിട്ട് കൂട്ടായ്മയായിട്ട് ബന്ധമില്ലാത്തവര് ഇനി നിങ്ങൾ വന്നു കഴിയുമ്പോ അപേക്ഷയൊന്നും ഇവിടെ ഒന്നും വായിക്കില്ല. കാരണം ദൈവമായിട്ട് ബന്ധമുള്ളവരെ മതി ദൈവത്തിന്. എല്ലാവരെയും വേണോ ദൈവത്തിന്? വേണ്ട. ദൈവവുമായിട്ട് ബന്ധം ആർക്കുണ്ടോ അവരെ മാത്രം മതി. അല്ല വേറെ ഒരു വകുപ്പ് ഇനി മുന്നോട്ട് വരാണ്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് ലോകം വരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് 3000 രൂപ വരെയൊക്കെ ആകുക വഴിയൊക്കെ അരി. 24 കിലോ അരിക്ക് 3000 രൂപ വരെയൊക്കെ വില വരിക. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതും 3400 3300 രൂപ കണ്ടായി നമ്മൾ മേടിക്കുന്ന അരിക്ക്. അതും കിട്ടാൻ ഇനി ഉണ്ടായിരിക്കത്തില്ല. നിങ്ങള് പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊട്ടയെടുത്തോണ്ട് ചെല്ലുമ്പോൾ ഇല്ലെന്ന് പറയും, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഇവിടെ ഈ ആഴ്ച ഉണ്ടോന്ന് അറിയത്തില്ല, വെച്ച് വന്നിട്ടുണ്ട് ഇവിടെ. മരിക്കാനിരുന്ന ആള് പ്രാർത്ഥനയിലൂടെ രക്ഷയെ പോയി. 1 മാസം എത്ര രൂപ അദ്ദേഹത്തിന് ശമ്പളം പറഞ്ഞ്? 1.5 ലക്ഷം രൂപ അദ്ദേഹത്തിന് ശമ്പളം കിട്ടി. എന്തെങ്കിലും പ്രയോജനം വല്ലതും ഉണ്ടോ? യാതൊരു പ്രയോജനവും ആർക്കും ഇല്ല. അപ്പൊ കടബാധ്യത പിന്നെന്താകും? ഇപ്പൊ പോയതിനേക്കാൾ വലിയ കടബാധ്യത വരും. അപ്പോഴെന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് വന്നേ ഇവിടെ സ്വീകരിക്കൂ? ഇവിടെങ്ങും യാതൊരു വകുപ്പിലാണോ? യേശു കണ്ട് ഇതൊറ്റ പ്രാവശ്യം മാത്രമേ സ്വീകരിച്ചുള്ളൂ. ഇതൊറ്റ പ്രാവശ്യം മാത്രമേ യേശു സ്വീകരിച്ചുള്ളൂ. അതുകൊണ്ടാണ് അതിൽ നിലനിൽക്കാനായിട്ട് തയ്യാറായാല് മാറ്റങ്ങളിലേക്ക് വരും. ഇല്ലെങ്കിൽ വകുപ്പാകും. പിന്നെ വന്നാലും ഇവിടെങ്ങും സ്വീകരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബ്രദറെ ഞാൻ പണ്ടിവിടെ വന്നത് പണ്ടേ മുതലെയാണ് പ്രാർത്ഥിച്ചതാണെന്ന് ഇവിടെങ്ങും പറഞ്ഞാല് യാതൊരു പ്രതികരണം ഉണ്ടാകത്തില്ല, യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ലോകം ഒരുപാട് മാറ്റത്തിലേക്ക് വരികയാണ്. പണ്ടുണ്ടായിരുന്ന ലോകമാണ് ഇപ്പോൾ. ഒരുപാട് മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പോ ഒരുപാട് ദുർഘടമാകും. പെട്രോളും ഒന്നും കിട്ടാതാകും, ഡീസലും പെട്രോളും ഒന്നും ഇല്ലാതാകും. ഇതൊക്കെ നേരത്തെ തന്നെ കർത്താവ് സന്ദേശം തന്നിട്ടുള്ളതാണ്. 1 കിലോ അരിക്ക് 1000 രൂപ വില കൊടുക്കാം, പക്ഷെ സാധനം കിട്ടാനില്ലാതെ വരും. 1 കിലോ അരിക്ക് എത്ര പറഞ്ഞ്? 1000 രൂപ. ഒരു പവൻ സ്വർണത്തിന് എത്ര വരും? 15 രൂപ 20 രൂപയൊക്കെ വരും. ഇപ്പൊ എത്ര ഉണ്ട് വില? പേരുടെ മണ്ടന്മാര് വലിച്ചു കൂട്ടുക, മേടിച്ചു കൂട്ടുക. അയ്യോ വരും, വില വരും, മൊത്തം വരും. അന്നേരം നമുക്ക് എല്ലാം അവിടെ കാശ് തൂത്തുവാരിച്ച് അത് തീറ്റിക്കും. ഇനി എല്ലാത്തിനെയും കൊണ്ട് പങ്കുവെക്കാനായിട്ട് തയ്യാറാകാത്തിടത്തോളം അത് തീറ്റിക്കും. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീട്ടിൽ പോയിട്ട് മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യം വായിക്കുക. മാർക്കോസ് 6-ന്റെ 30 വാക്യം. ഇതിലെന്താ പറയുന്നേ? അതറിയാവുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമല്ലേ. കർത്താവ് അപ്പം വർദ്ധിപ്പിക്കും. കർത്താവിന് കൊടുത്താൽ പോരായിരുന്നോ? അപ്പം കർത്താവിന് കൊടുത്താൽ പോരായിരുന്നോ?
ഒരു പാവപ്പെട്ട ആട്ടിടനായിരുന്ന ആ പയ്യന്റെ കയ്യില് അവന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തത് ആരാ? വെളുപ്പിനെ എണീറ്റ് 5 അപ്പവും 2 ശിഷ്യന്മാര് തപ്പിപ്പിടിച്ച് എന്ന് പോയി അത് മേടിച്ചു. ആർക്ക് വേണ്ടിയിട്ടാ? ഈ വന്നിരിക്കുന്ന ഒരേത്തിന് വേണ്ടിയിട്ടാ ഇല്ലേ? പോയി മേടിച്ചോണ്ട് വന്ന് അത് വർദ്ധിപ്പിച്ച് ഇവിടെയും വർദ്ധിപ്പിക്കുക ഇപ്പൊ. കാരണം വരവില്ലാതെ ചെലവ് വന്നാൽ എവിടെ ചെന്നെത്തും? മിക്കവാറും എവിടെയെങ്കിലും ഒളിച്ചോടേണ്ടി വരും. ഇവിടെ മിക്കവാറും അതാ സംഭവിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആ കഴിയുന്നത്രയും കടം മേടിക്കും. ആ കടം മേടിച്ച് കഴിയുമ്പോഴേ കൊടുക്കാനില്ലാന്ന് പിന്നെന്ത് ചെയ്യും? അപ്പോഴേ ഇവിടെ നേരത്തെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു 10 വയസ്സ് മുതൽ മേലോട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളവര് പണ്ടേ ധ്യാനം നടത്തുന്നത്. അപ്പോഴങ്ങനെ അവര് തന്നെ വരണമെന്നില്ല. അമ്മയോ അപ്പനോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കുട്ടികളെ കൊണ്ടുവരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വരും. നിങ്ങളിലേക്ക് വരും, പേര് കൊടുക്കുക. ഞാൻ പറഞ്ഞ 50 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിലേ അങ്ങനെ അത് നടത്തത്തുള്ളൂ. പരീക്ഷ കഴിയുന്ന ആദ്യ 2ാം ശനിയാഴ്ച നടത്തണം എന്നാണ് വിചാരിക്കുന്നത്. പരീക്ഷ കഴിയുന്ന ആ മാസത്തില് ആദ്യത്തെ 2ാമത്തെ ശനിയാഴ്ചയായിരിക്കും ധ്യാനം നടത്തുന്നത്. അതിന് മറ്റേ ബ്രദർമാരുമായിട്ട് ചോദിച്ചിട്ട് വേണം ഡേറ്റ് തീരുമാനിക്കും. അപ്പം നിങ്ങൾക്ക് പെൺമക്കളായിരുന്നാലും ആമക്കളായിരുന്നാലും പ്രശ്നമില്ല. 10 വയസ്സ് മുതൽ മേലോട്ട്, 10 വയസ്സിന് താഴോട്ടുള്ളവര് വരണമെന്നില്ല. കാരണം 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഈ 10 വയസ്സിന് മേലോട്ടുള്ള പിള്ളേർ കാണിക്കുന്ന കോപ്രായങ്ങളും പ്രവൃത്തിയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് ഈ കുഞ്ഞു മക്കൾ അത് കേട്ട് അവരും പിന്നെ അങ്ങനെയുള്ള വേണ്ടാത്ത ശീലത്തിലേക്കൊക്കെ വരും. അതുകൊണ്ടാണ് 10 വയസ്സ് മുതൽ മേലോട്ട് ഉള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം നടത്തുന്നത്. എന്നാ നടത്തുന്നത്? ആ പരീക്ഷ കഴിഞ്ഞ് വരുന്ന 2ാം ശനിയാഴ്ച. കാരണം പരീക്ഷ കഴിഞ്ഞ് ശേഷം ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടും. മക്കളെ ഒരു സ്ഥലത്തോട്ടൊക്കെ വിടും. അതുകൊണ്ട് വിടാൻ അങ്ങനെ പോകുന്നതിന് മുമ്പ് ആണിത് ഇവിടെ നടത്തുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായിരിക്കും ഒരു ധ്യാനത്തിന് സംബന്ധിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഡബിൾ ചെലവാണ് വരുന്നത്. ആ ദിവസങ്ങളിലെല്ലാം വരുന്ന ചെലവുകളെല്ലാം പ്രതീക്ഷിക്കാതെ വെള്ളിയും ചൊവ്വായും വരുന്ന ചെലവല്ല, അല്ലാതുള്ള ചെലവ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് എന്തെങ്കിലും ഒരു അംശം, ദശാംശം നിങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറാകുക. അത് കൊടുക്കുമ്പോഴേ അത് റെസിപ്റ്റ് എഴുതി നിങ്ങൾ പേര് എഴുതി റെസിപ്റ്റ് മേടിക്കുക. എന്തെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാകുക. കാരണം ഇപ്പോഴേ എല്ലാ സാധനത്തിനും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നുള്ള വിലയാണോ നാളെ? ഒരേ ദിവസം വില വർദ്ധിക്കും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ വരുമാനത്തിന്റെ എന്തെങ്കിലും ഒരു ഓഹരി നമ്മളിവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാണ് ഈ കഞ്ഞിയൊക്കെ ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അതിലൂടെ തന്നെ ഒരുപാട് രോഗസൗഖ്യവും വിടുതലൊക്കെ ഉണ്ടാകണം അല്ലേ? ഇവിടെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, മഞ്ഞൊക്കെ നിർത്തി. ചെലവ് കൂടുതൽ, സാധനങ്ങളും കുറവാണ്. അതുകൊണ്ടാണ് അതെല്ലാം നിർത്തിയത്. ഇവിടെ മുട്ടായി പിള്ളേരുടെ ധ്യാനത്തിനൊന്ന് കൊണ്ടുവരുന്നതാണ് ഇത്. ഇന്ന് ഒന്നുമില്ലാത്തതിന് നിങ്ങൾക്ക് ഇന്നിവിടെ തരികയാണ്. അപ്പൊ ഇന്നും കഞ്ഞിയാരും സ്പോൺസറിങ്ങൊന്നുമില്ല. ഇവിടുന്ന് മരിയസദനിൽ നിന്ന് തന്നെയാണ് കഞ്ഞിയൊക്കെ നമ്മൾ തരുന്നത്. നമുക്ക് കരങ്ങളൊരു പ്രാർത്ഥിക്കുകയും നമുക്ക് എന്തുമാത്രം വിടുതലാണ് കർത്താവ് തരുന്നത്. അപ്പൊ ആ തരുന്ന വിടുതലിന് നമ്മൾക്ക് നന്ദിയുള്ളവരായി തീരണം. ഉപകാരസ്ഥാനത്തിലൂടെ നിങ്ങൾ നന്ദി പറഞ്ഞു പോയാൽ മിക്കവാറും ഇത് അടഞ്ഞു പോകും. നന്ദി കൊണ്ട് ഈ ജയിച്ചങ്ങ് അടയും. ഇവിടെ താകാൻ പറ്റുന്ന നന്ദിയിൽ സ്വീകരിക്കാൻ പറ്റും. ഉപകാരസ്ഥാനക്കകത്ത് നിങ്ങൾ നന്ദി നന്ദി എന്ന് പറഞ്ഞ് എഴുതി കഴിയുമ്പോഴേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഗേറ്റങ്ങ് നിറയും. ഇവിടെ നന്ദി കൊണ്ട് നിറഞ്ഞു പിന്നെന്ത് ചെയ്യും? ഗേറ്റങ്ങ് അടയും. പിന്നെ ഇവിടെ നന്ദി വേണ്ട ഇല്ലേ? പിന്നെ ഇവിടെ നന്ദിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ അതുകൊണ്ട് നമ്മളിലുണ്ടായിരിക്കുന്ന ചെറിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ
നടക്കുന്ന നമ്മുടെ ഇവിടെ കറണ്ട് ചാർജ് ഇപ്പോഴ് ഈ ഇരിക്കുന്ന നിങ്ങളുടെ പാടുന്ന ബ്രദർ അവിടെ ഉണ്ടായിരുന്ന വേറെ സഹോദരങ്ങളും കൂടെ കനിഞ്ഞുകൊണ്ടായപ്പോ തീയരിക്കുന്നു. ഇവിടെ സിലിണ്ടർ മേടിക്കുന്നതെന്ന് പറയുന്നത് 2000 രൂപയുടെ അടുത്ത ഒരു സിലിണ്ടർ 19 കിലോ ഉള്ള ഗ്യാസ് അതാ നമുക്കിവിടെ അനുവദിച്ചിരിക്കുന്നത്. ആ സിലിണ്ടർ ഇവിടെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 1990 രൂപയുടെ അടുത്ത് വരും ഒരു സിലിണ്ടർ ഇവിടെ വന്നെത്തുമ്പോൾ, വണ്ടിക്കൂലി എല്ലാം കൂടെ ചേർത്ത്. അത് ഒരു മാസത്തേക്ക് തികയത്തില്ല ഒരു സിലിണ്ടർ. കാരണം ആൾക്കാരുടെ അളവനുസരിച്ചാണ് രണ്ടാമതൊക്കെ കഞ്ഞിയൊക്കെ വെക്കേണ്ടി വരുന്നത്, മൂന്നാമതൊക്കെ കഞ്ഞി വെക്കേണ്ടി വരും. അതെല്ലാം ഗ്യാസിലാണ് വെക്കുന്നത്. പിന്നെ കറണ്ട് ചാർജ്, വിറക് ഇപ്പോഴേ നമ്മളിവിടെ വിറക് മേടിക്കുന്ന 1 കിലോ വിറകിന് 5 രൂപ വിലയാണ്. ആ 2 രൂപ വില ഉണ്ടായിരുന്ന വിറകിന് 5 രൂപ. ഇപ്പോഴേ ഇവിടെ ഇരിക്കുന്ന വിറകൊക്കെ തീരും. അത് 2-3 ആഴ്ചത്തേക്കൂടെയൊക്കെ കത്തിച്ച് കാണും. അത് കഴിയുമ്പോൾ തീരും. പിന്നെ ഈ വിറക് മേടിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കൂടെ വരുന്ന ചെലവുകൾ, ഇതെല്ലാം ഇവിടെ വരുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത് പരിഹരിക്കാനായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ പൈസ എല്ലാം കൊണ്ടുവരാനാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു അംശം നമ്മൾ എല്ലാവരുടെ കൂടി ചേർന്ന് ചെയ്തെങ്കിൽ മാത്രമേ അത് നിലനിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇത് തുടർന്നിത് വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപോയി, തുടർന്നിത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളവർ എല്ലാവരും കൈവച്ചിരിക്കും. അപ്പൊ പിതാവ് അനുഗ്രഹിച്ച് നന്ദി. നിങ്ങൾ ഏതൊരു അത്യാവശ്യം വരുമ്പോഴും രാത്രിയിലായിരുന്നാലും പകരായിരുന്നാലും ഫോണിലൂടെ അല്ലാതെയൊക്കെ വന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന 10-12 ടീമംഗങ്ങള് ഇപ്പോഴ് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു സംഗതി കർത്താവിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടാനായിട്ട് നമുക്ക് എല്ലാവരെയും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. മാർപ്പാപ്പ മാറുന്നതിന് മുമ്പ്, രാജിവെക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരാനായിട്ട് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അപ്പോഴെന്തായാലും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഞാനിവിടെ പറഞ്ഞിട്ട് നേരത്തെ ഈ 2 ദിവസത്തിന് മുമ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ ആയിരുന്നപ്പോൾ ഒരു സ്വപ്നം കാണുന്ന ആ സ്വപ്നത്തിൽ ഇങ്ങനെ വലിയ റൗണ്ട് പോലത്തെ ഒരു ഹാള്, അതിനകത്ത് ഇങ്ങനെ സീലിംഗ് ഇടുകയാണ്. വളരെ മനോഹരമായുള്ള സീലിംഗ് ആണ് ഇടുന്നത്. ഇവിടത്തെ ഈ ഭിത്തിയൊക്കെ ഏണി വെച്ച് കയറേണ്ട കണക്കിന് വലിയ ഭിത്തിയൊക്കെ. ഇങ്ങനെ സീലിംഗ് ഇടുന്ന ആ സീലിംഗിൽ ഇങ്ങനെ മാലാഖമാരുടെ രൂപങ്ങളെ കൊത്തിവെച്ചാണ് സീലിംഗ് ഇടുന്നത്. അതിനെ കാണാനായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ സീലിംഗ് ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിങ്ങനെ പലരും ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നെന്ന് പറഞ്ഞിട്ട് പറയുന്നു. അപ്പോഴതുകൊണ്ട് ദൈവത്തിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ശക്തമായ പദ്ധതി ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്താൽ ക്രമീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അപ്പൊ അടുത്ത ഈ വരുന്ന വെള്ളിയാഴ്ച കൗൺസിലിംഗ് ഇല്ല. വരുന്ന വെള്ളിയാഴ്ച ടീമങ്ങളുടെ കൂട്ടായ്മയാണ്. വരുന്ന വെള്ളിയാഴ്ച കൗൺസിലിംഗ് ഇല്ല. അതിന്റെ അടുത്ത വെള്ളിയാഴ്ചയാണ് കൗൺസിലിംഗ് ഉള്ളത്. അപ്പൊ കൗൺസിലിംഗ് അപ്പോൾ ഇനിയും വരുന്നതെന്ന് പറയുന്നത് ആദ്യ ചൊവ്വായ ഇനിയും വരുന്നില്ലേ? അന്നേരം ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയാണ് അവസാന ചൊവ്വ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആദ്യ ചൊവ്വ വരുന്നത്. അപ്പം മിക്കവാറും ആദ്യ ചൊവ്വാഴ്ച സിസ്റ്ററിലുള്ള സിസ്റ്റർ നമ്മളോട് പൂർണ്ണമായിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സിസ്റ്റർ സാക്ഷ്യം പറയണമെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ ചില കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇടയ്ക്ക് വരുന്ന ചെലവുകളാണ്. ഇതിന്റെ എല്ലാ സാധനങ്ങളും ഇപ്പം ഇതിനോട് ക്യാമറ മറ്റ് സാധനങ്ങളൊക്കെ ഇതിന് മേടിക്കുന്നതൊക്കെ ഇടയ്ക്ക് വരുന്ന ചെലവുകളാണ്. ഇതെല്ലാം ഇവിടെ വരുന്ന നിങ്ങളുടെ സഹായം. പിന്നെ നമ്മളിവിടെ ഈ ജനറേറ്റർ പ്രവർത്തിക്കണമെങ്കിൽ
5 ലിറ്റർ 6 ലിറ്റർ പെട്രോളാണ് ഒരു ദിവസം മൊത്തമായിട്ട് അത് പ്രവർത്തിക്കാനായിട്ട് വേണ്ടത്. അപ്പൊ ഇടയ്ക്കിടയ്ക്കെങ്കിലും അത് ഇങ്ങനെ പെട്രോള് നമ്മൾ ഒഴിച്ചാണ് അത് പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു കൂട്ടായ്മയായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കുടുംബ സമാധാനമൊക്കെ വന്നു വരുന്ന കാര്യങ്ങൾ ഉയർത്തുക. കുടുംബ സമാധാനം ഇല്ല, അതായത് സ്വർഗീയ സമാധാനം എന്ന കർത്താവ് അനുഗ്രഹിക്കുന്നു. അപ്പോഴ് നമുക്ക് ഇടയ്ക്ക് വിറകൊക്കെ തന്ന് സഹായിക്കുന്ന ബ്രദറ്, പാടി സഹായിക്കുന്ന ബ്രദറ് പേരെന്തോന്നറിയാമോ? ദാവീദ്. അപ്പൊ ദാവീദ് ബ്രദറിനെയും കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ അപ്പൊ പഴയ ദാവീദിനോട് ഏകദേശമൊക്കെ ചേർന്നാണ് ഈ ദാവീദിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലേ? കിന്നരവും വീണയൊക്കെ നീട്ടി ആ പാടുമായിരുന്നു ദാവീദ്. അപ്പൊ ആ ദാവീദിന്റെ അവസ്ഥയൊക്കെ തന്നെയാണ് ഈ ദാവീദിന് കർത്താവ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കർത്താവ് ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഒന്നുകൂടെ നമുക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.